ഈ ചേമ്പപ്പം കഴിച്ചിട്ടുണ്ടോ? ചേമ്പിൻ്റെ ആ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു അതിന് ഒരു പേര് വരാൻ കാരണം. എന്തായാലും അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മിക്സി ജാറിലേക്ക് ഒരു കോഴിമുട്ടയും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ഏലക്കായും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയുന്ന രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. നല്ല കട്ടിയുള്ള പാൽ വേണം കേട്ടോ ചേർക്കാൻ. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് നൈസായിട്ടുള്ള അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ കട്ടകളില്ലാത്ത രീതിയിൽ നല്ല സ്മൂത്തായിട്ടുള്ളൊരു മാവാണ് വേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മിക്സാക്കി എടുക്കാൻ. മൊത്തത്തിൽ ഏകദേശം 1 കപ്പോളം തേങ്ങാപ്പാലാണ് വേണ്ടത്. ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കുറേശ്ശെ മാവ് ഇതുപോലെ എടുത്തിട്ട് എണ്ണയിലിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാവ് ഇട്ടിട്ട് നീളത്തിൽ ഇതുപോലെ ഒരു വാല് പോലെ ചെയ്തെടുക്കുക. അതിനുശേഷം ആ കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ പിന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്ന വരെ വറുത്തെടുക്കാം. ഇത് ചൂടോടുകൂടി ഇരിക്കുമ്പോൾ പുറം ഭാഗം ക്രിസ്പി ആയിട്ടുണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും. നല്ലൊരു പലഹാരമാണ്, സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ എടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചേമ്പപ്പം ഉണ്ടാക്കി കഴിച്ചവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് മറക്കാതെ അറിയിക്കുക. നല്ലൊരു റെസിപ്പിയുടെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്